നമസ്കാരം. റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ ആദ്യ ടെസ്റ്റ് അത് ഇന്ത്യ തന്നെ തൂക്കിയിട്ടുണ്ട്. പെർത്തിൽ ഒരു പടുകൂറ്റൻ വിജയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. 295 റൺസിനെയാണ് ഓസ്ട്രേലിയയെ ഇപ്പോൾ ഇന്ത്യ കെട്ടുകെട്ടിച്ചിട്ടുള്ളത്. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് 150 റൺസിന് അവസാനിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇന്ത്യൻ ബൗളർമാർ സംഹാര താണ്ഡവമാടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് ഇന്നിങ്സ് 104 റൺസിനാണ് അവസാനിച്ചത്. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ഇന്നിങ്സിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 487 റൺസ് ഇന്ത്യ എടുത്തിരുന്നു. യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു കിടിലൻ സെഞ്ചുറി നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കിങ് കോഹ്ലിയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു സെഞ്ചുറി സ്വന്തമാക്കി. അങ്ങനെ 487 റൺസായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയിരുന്നത്. 500-ന് മുകളിലുള്ള ഒരു ലീഡ് കരസ്ഥമാക്കിക്കൊണ്ടായിരുന്നു ഇന്ത്യ ഓസീസിനെ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് നയിച്ചിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞയച്ചിരുന്നത്. പിന്നീട് ഇന്ത്യൻ പേസർമാർ വീണ്ടും ഓസീസിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 238 റൺസിലാണ് അവരുടെ സെക്കൻഡ് ഇന്നിങ്സ് അവസാനിച്ചിട്ടുള്ളത്. ഒരൽപ്പമെങ്കിലും ഇന്ത്യൻ ബൗളർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് ട്രാവിസ് ഹെഡ് മാത്രമാണ്. 101 പന്തുകളിൽ നിന്ന് 89 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ബാക്കി മിച്ചൽ മാർഷ്, അലക്സ് കാരി എന്നിവരൊക്കെ പൊരുതി നോക്കിയെങ്കിലും ഒന്നും സാധിക്കാതെ പോവുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യക്ക് വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം ഈ ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ പുറത്തെടുത്തത് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജുമാണ്. രണ്ടുപേരും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ഹർഷിത് റാണ ഒരു വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ്, നിതീഷ് റെഡ്ഡി 1 വിക്കറ്റ്. അങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ബൗളിംഗ് കാർഡ് വരുന്നത്. ഏതായാലും ടീമിൻ്റെ ഒത്തൊരുമിച്ചുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ബൗളർമാരും ബാറ്റ്സ്മാൻമാരും ഒരുപോലെ സാഹചര്യത്തിനനുസരിച്ച് ഫോമിലേക്ക് ഉയരുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് പെർത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.